ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അന്ന ടോം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു സർജറി ചെയ്യാൻ പോവുകയാണ്. അപ്പൻഡിക്സിന്റെ ഒരു ഓപ്പറേഷൻ ആണ്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോന്നും അപ്പനും ആന്റിയും വന്നിട്ടില്ലയോന്നോ? അതാണോ ഞാൻ പറഞ്ഞത്? അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ലൈക്ക്, കമന്റ്, ഷെയർ. ഓക്കെ? അതെ മാഡം, മാഡത്തിന്റെ ആദ്യത്തെ ഓപ്പറേഷൻ ആണല്ലേ? അതെ. അപ്പൊ ആംബുലൻസും ഡ്രൈവറും റെഡി. എന്തിന്? നിങ്ങൾ ഓപ്പറേഷൻ അല്ലേ? ആ പാപ്പോടെ ജീവിച്ച് പോട്ടെ. അതെ ചേട്ടാ, പിന്നെ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു ഓപ്പറേഷൻ ചെയ്ത് വാർഡിൽ ഒരു പേഷ്യന്റിനെ കിടത്തിയിട്ടില്ലേ? അവിടെയാണെങ്കിൽ നേഴ്സ് പോയിട്ടുണ്ടല്ലോ, ഓക്സിജന് പകരം ഹൈഡ്രജൻ കൊടുത്തെന്ന് പറയുന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ കണ്ടായിരുന്നു. അവന്റെ ഇളിയിലൊരു കയറും കെട്ടിയോടെ ഇട്ടേക്കുന്നു. എന്തിന്? ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഞാൻ നമ്മുടെ ശൂന്യാകാശത്ത് പോവേണ്ടി വരുമെന്ന്. അയ്യോ ചേട്ടൻ നെറ്റിയിൽ എന്തോ പറ്റി? അയ്യോ ഒന്നും പറയണ്ട, പേര് വിളിച്ച് ഭാര്യ ഒരു ഉമ്മ കൊടുത്തേനെ അവള് വെച്ച് അടിച്ചത്. പേര് വിളിച്ച് ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തതിന് ചേട്ടൻ അടി കിട്ടിയോ? പിന്നെ മാഡത്തിന്റെ പേരും പറഞ്ഞ് അവൾക്ക് ഉമ്മ കൊടുത്ത ആള് വിടൂ. സൂപ്രണ്ടിനോട് ഞാൻ ഇതൊക്കെ പരാതി പറയും ഞാൻ കേട്ടോ. സൂപ്രണ്ട് ശരിയല്ലെന്ന് ഞാനോട് ചേരൂല. ഞാനും മാഡം നല്ല ചേർച്ചയാണ് കേട്ടോ. അത് നിങ്ങൾ എന്റെ അടുത്തോട്ട് കിന്നാരം പറയുന്നത് പേഷ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആ ഫയലിനകത്തുണ്ടെന്ന് ഞാനല്ലേ എടുത്ത് വെച്ചിരിക്കുന്ന ഫയല്. അതെ, ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ആ സർജറി ചെയ്യണം. പുള്ളിക്ക് ഭയങ്കര പെയിൻ ആണെന്ന് പറയുന്നത്. ചെയ്യണം. നീട്ടണ്ട കേട്ടോ. അതെ അതെ, ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക്. ഇത് മറ്റേ ഇതിന്റെ എക്സ്റേ ഉണ്ടല്ലോ, ഇനി എന്റെ സ്വനപേടക മൂരി ഇവിടെ ഇട്ടാലേ നിങ്ങൾ അങ്ങനെയുണ്ടോ? അപ്പുറത്ത് ഈ പേപ്പർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വനപേടകത്തിനുള്ള മരുന്ന് ഫാർമസിയിൽ നിന്ന് തരും. അല്ലല്ല, അതിന് വേണ്ടി അതെന്നാലും എന്നെ മൈൻഡ് ചെയ്യില്ലെന്ന് വാശിയാണോ? വാശിയാണ്. അല്ല നിങ്ങൾ ആരാ മനസ്സിലായില്ല? അല്ല, ഇവിടെ ഒരു സുബലൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി കിടപ്പില്ലേ? അപ്പൊ പുള്ളിയുടെ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷന് ഒരാള് വേണോന്ന് പറഞ്ഞില്ലേ സാക്ഷിയായിട്ട്? അങ്ങനെ വന്ന ആളാ. വേറെ ഇങ്ങനെയാണ്. നിങ്ങളോടല്ലേ രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞേ? സമയം ഇപ്പൊ 12 മണിയായി. ഈ സമയത്താണോ നിങ്ങൾ കയറി വരുന്നേ? അത് നമ്മുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായി. എന്റെ മാമൻ ഒന്ന് കിണറ്റി വീണു, അതാ പ്രശ്നം. അയ്യോ എങ്ങനെ വീണത്? അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും കിണറ്റി പോകൂലേ? ഞാൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആര് വരും ഇവിടെ? എനിക്കറിയാം പുള്ളിയെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. നിങ്ങൾ ആ മുരുകന്റെ അമ്പലത്തിന്റെ ഫ്രണ്ട് താമസിക്കുന്ന ആളല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഒരു കാക്ക തലേ തൂറി. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചോർമ്മേണ്ട. പല രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാക്ക തൂറിയ ബന്ധം പറഞ്ഞു വരുന്ന ഒരാൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അല്ല, നിങ്ങളെ വീട്ടിലെ പൈപ്പിലല്ലേ ഞാൻ കഴുകിയത്. അങ്ങനെ നമ്മുടെ പരിചയമുണ്ട്. അങ്ങനെ ഒരു പരിചയമുണ്ട്. അതെ, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. അതെങ്ങനെ ശരിയാവും? തനിക്കുളം കുടുംബത്തിൽ നിന്ന് സുബലൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇവിടെ വരുമ്പോ അത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത്? പിന്നെ ഞാൻ എന്തിനാണ് ഇത് നിസ്സാരമായിട്ട് കഴിക്കുന്നത്? ഇത് ഞാൻ നിസ്സാരമായിട്ട് കഴിക്കേണ്ട കാര്യം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കളയണം. നിസ്സാരവൽക്കരിക്കരുതെന്ന് നിനക്ക് മനസ്സിലായില്ലടാ പറഞ്ഞത്? ഇല്ല, ഇത് മലയാളമല്ലേ പറയുന്നത്? ഈ മേഡം എത്ര പ്രാവശ്യം പറയുന്നത് തന്റെ അടുത്ത്? അല്ല, ഞാൻ ഈ 4ാം ക്ലാസ് ആണ്. പിന്നെ ഈ തനിക്കുളം കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം പോലീസും പട്ടാളം ഡോക്ടർ ആ പൊസിഷനിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോടൊപ്പം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പിയറൻസ് മാത്രമേ എനിക്കുള്ളൂ. 4ാം ക്ലാസ് ആയിരുന്നാലും 3ാം ക്ലാസ് ആയിരുന്നു തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. മേഡം, ഈ വർക്കറുകൾ നിസാറല്ലേ കരിക്കാൻ വരുന്നത്? പോത്തിറച്ചിക്ക് പകരം കാറിറച്ചി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അവന്റെ അനിയൻ അൻസാർ വരും. അൻസാർ വരുമെന്ന് അതാണോ ഞാൻ പറഞ്ഞത്? ചേട്ടാ, ഈ അസുഖങ്ങളെ ഒന്നും നമ്മൾ നിസ്സാരമായി കാണരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയല്ല. ഈ അസുഖങ്ങൾ ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. ഇത് 1000-ൽ ഒരുവന് വരുന്ന അസുഖമാണ്. എങ്ങനെ? പുറത്ത് വിടുകയും ചെയ്യരുത്. ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇതൊന്ന് അറിയിച്ചോട്ടെ. തനിക്കുളം കുടുംബം മെമ്പേഴ്സ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉഷേപ്പച്ചിയുടെ മകനായ സുബലന് വന്നേക്കുന്ന അസുഖം 1000-ൽ ഒരുവന് വരുന്ന ഒരു അസുഖമാണ് കേട്ടോ. ഇത് കാരണം അറിയാലോ, കുടുംബത്തുള്ളവർക്കെല്ലാം വന്നേക്കുന്നത് പനി, ചുമ, അങ്ങനെയുള്ള അസുഖങ്ങളാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന സമയമാണ്. നമ്മുടെ അടുത്ത ഫാമിലി മീറ്റിംഗിൽ ഞാൻ ഈ അസുഖത്തിന്റെ പേരിൽ ഒരു കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ വെക്കുന്നു. ചേട്ടാ, ഈ അസുഖത്തിന് നമ്മൾ മെഡിക്കൽ ടേംസിൽ ഒരു പേര് പറയും. അതായത് പെട്രോഡി ട്രെഡാക്കോ ട്രയാഗോ സിൻഡ്രോം എന്നാണ് നിങ്ങളുടെ അളിയന്റെ അസുഖത്തിന്റെ പേര്. ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ പേരായിരിക്കും. എന്തായാലും ഈ അസുഖവും വെച്ചോണ്ട് ഈ ചെറുക്കൻ ഇങ്ങനെ കമന്നു കിടന്ന് ഉറങ്ങിയല്ലോ എന്റെ ഭഗവാനെ. എവന്റെ ദേഹത്ത് വല്ലതും കൊണ്ട് കയറിയിരുന്നെങ്കിലും അല്ലേ? ഒരു കോള്. ആ പറയടി നന്ദിനി, എന്തോ മകൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ? അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ. പെട്രാഡി ട്രെഡാഗോ ട്രയാഗോ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. മേഡം, ഈ അസുഖത്തിന്റെ പേര് ഈ ഫോണിലൊന്ന് പറയാവൂ? പെട്രാഡി ട്രയാഗോ ട്രിഡോങ്കോ സിൻഡ്രോം. എങ്ങനെ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? മീൻകറി ഒഴിച്ച് കുഴച്ചടിച്ച് വാരി തിന്നുന്നു. അതെ, ഇനി പറഞ്ഞേക്ക് കുടുംബത്തിലെ പ്രബുലന്റെ അസുഖം വീണ്ടും ഞാൻ പറയിക്കാൻ ഇടവരുത്തരുത്. അവന്റെ അടുത്ത് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എനിക്ക് ചെക്കനെ ഒന്ന് കാണാൻ പറ്റുമോ പ്രബുലനെ? അയ്യോ, കാണാൻ പറ്റൂല. എന്താണ്? അന്യരെ ആരും അകത്തോട്ട് വിടൂല. മാത്രമല്ല ഈ മേഡം ഈ രോഗിയെ മയക്കി കെടുത്തിരിക്കുക.
കണ്ടാ പറയൂലോ കേട്ടോ. ഉയർന്ന ഒരു പൊസിഷനിൽ നിന്നോണ്ട് ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനോ വന്നപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവനെ മയക്കല്ലേ മിണുക്കാട്ടി. എങ്ങനെയാ മയക്കി അവനെ മയക്കിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഓപ്പറേഷന് വേണ്ടിട്ട് മരവിപ്പിച്ചിട്ടിരിക്കുവാന്ന് മയക്കി കിടത്തേക്കുവാന്നാ ഞാൻ പറഞ്ഞത്. സോറി അത് മാത്രം- തനിക്കുണം കുടുംബത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. സോറി. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എനിമ കൊടുത്തു വെച്ചിരിക്കുക. നിങ്ങൾ എന്തെല്ലാമാണ് ഈ ചെയ്യുന്നത്? എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്? ഒരു വയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോ അവന് എരുമ കൊടുത്തേക്കുന്നു. ഇത് അവനെ പിടിച്ചോണ്ട് ഓടിയാൽ അതിന്റെ പിറകെ ആരെങ്കിലും പോകും. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എരുമയല്ല എനിമയെന്ന് പറഞ്ഞിട്ട് മരുന്നാണ് കൊടുത്തത്. ഇതെന്തൊരു തനിക്കുണം കഷ്ടം. കുടുംബത്തിന് ഒരു അബദ്ധം പറ്റി. പറ. ആ പേഷ്യന്റിന് നല്ല പെയിൻ ഉണ്ട്. എന്തേലും കൊടുത്തേ. എന്തോ അടുത്ത എന്തോ സംഭവം എന്തോ പുള്ളിക്ക് പെയിൻ ഉണ്ടെന്ന്. ഒരിക്കലും അവന് പെയിൻ വരാൻ വഴിയില്ല. കാരണം അവന്റെ തല കഷണ്ടിയാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പെയിൻ വന്നു കഴിഞ്ഞാ ബാലൻസ് തെറ്റിയിട്ട് സ്ലിപ്പായതാ ഇവിടെ വന്നു അവന്റെ കഷണ്ടെ നോക്കി തെറി വിളിക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടു. അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവൻ പെയിൻ എങ്ങനെ വരും? പറയാം, തനിക്കുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. പെയിൻ എന്നല്ല പറഞ്ഞത്, വേദന ഉണ്ടെന്നാ പറഞ്ഞത്. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരാമോ? ദിസ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. My God! ഇത് അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? ചേട്ടന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. This disease is Petrardi Triago Tradaco syndrome is reported in America The old man is since 1927. That is not. You know, old man is cry. Yes, definitely. മൗസ് ആൻഡ് കാറ്റ് Tom and Jerry. സംഭവം എന്താ? പെയിൻ കിട്ടുന്നില്ല. നമ്മള് ക്രിസ്മസ് അടുത്ത് വരുവുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങള് 110 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ പിടുത്തമൊന്നുമില്ല, കഴിച്ചോണ്ട് ഇങ്ങനെ ഒരു മൂഡിൽ നിക്കാം. എന്തോന്നാ വൈൻ കിട്ടിയാലേ. സോറി തനിക്കുണം കുടുംബത്തിനൊരു അബദ്ധം. ഞരമ്പ് കിട്ടുന്നത് ഇനി മേലാൽ അത്തരം വാക്കുകൾ അത് കുടുംബത്തിലെ ഏറ്റവും വലിയ ഞരമ്പാടാ ചെറുപ്പം. അഥവാ ഇന്നത്തെ ദിവസം ഞരമ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പ്രാക്കാണ്. അതിനപ്പുറം ഒന്നുമില്ല. തനിക്ക് എന്തിനാണ് ഞരമ്പിനെ പറ്റി? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 566 ഞരമ്പുകളുണ്ട്. അറിയാമോ തനിക്ക്? അറിയാമോ തനിക്ക്? ഇവിടെ ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അതിൽ ഏതോ ഒരു ഞരമ്പ് ഞാൻ എടുത്തോണ്ട് ഓടി. നിങ്ങൾ എന്തിനു മനുഷ്യ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നു? ഒരു ഞരമ്പ്. ആ മനുഷ്യൻ മദ്യപിക്കാറുണ്ടോ? മദ്യപാനമാണ് അയാളെ ഈ പരുവത്തിലാക്കിയത്. അയാൾ മദ്യപിക്കാറുണ്ടോ? ക്രിസ്മസിന് മാത്രം. ക്രിസ്മസിന് മാത്രമേ മദ്യപിക്കൂ? അല്ല, ക്രിസ്മസിന്റെ അന്നേ കുടിക്കാതിരിക്കൂ, ബാക്കിയുള്ള എല്ലാ ദിവസവും കുടിക്കാം. കാരണം അന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഇവന് കേക്ക് തിന്നാൻ പറ്റൂല, ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് ചുരുണ്ടോടി കിടക്കുന്ന അപ്പൻഡിക്സ് ഓപ്പറേഷൻ. എനിക്കതല്ല, ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അസുഖം ഇത് എങ്ങനെ വരുന്നെന്നുള്ളതാണ്. അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90s സംഭവം. അച്ഛന്റെ ഈസും അമ്മയുടെ ഈസും തമ്മിൽ പ്രേമത്തിലായി. അങ്ങനെ ഉണ്ടായതാണ് ഈ അപ്പൻഡിക്സ്. ഇവിടുന്ന് ശമ്പളം വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ നുണക്കഥ എന്റെ അടുത്ത് അടിക്കും. കുടുംബത്തിൽ അപ്പൻഡിക്സ് എങ്ങനെ വന്നപ്പോ 70s അച്ഛൻ്റെ ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടണ്ടേ ഗഡി. അത് ശരി. ശമ്പളം കുറവായതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്കിറ്റ് കൊണ്ട് തൃശ്ശൂർ അടിക്കുന്നു. എറണാകുളത്ത് കിടക്കുന്ന ഈ സ്കിറ്റ് എവിടെ കൊണ്ടുപോകുന്നത്? ഇടിച്ചോണ്ട് വരേണ്ടി വരുന്നു. കുടുംബത്തിലെ ഒരു അംഗത്തിന്. ചേട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞോളൂ. വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പച്ചത്തെറിയെ പറയാവൂ. പച്ചക്കറിയെ കഴിക്കാൻ കൊടുക്കാവോ? അത് മാത്രമല്ല, കാലത്തൊരു ഗുളിക, ഉച്ചയ്ക്ക് 2 ഗുളിക, വൈകുന്നേരം 4 ഗുളിക. അപ്പൊ നമ്മളെ കിണറ്റിലെ വെള്ളമെല്ലാം പറ്റിപ്പോയി. അല്ല, ഈ 5-6 പ്രാവശ്യം ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ഗുളിക കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ ഗുളിക കഴിക്കുന്ന കാര്യം. ശരി. അല്ല, എന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. എന്താണ്? ഞാൻ ആദ്യം ഡോക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പൗണ്ടറായി. സ്ഥാനക്കയറ്റം കിട്ടി. അത് മാത്രമല്ല, എന്റെ ചേട്ടൻ ഭയങ്കര ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ എന്നെ ഒന്നും ചെയ്യിപ്പിക്കൂല. ഒരു ദിവസം ചേട്ടന്റെ കൈയൊന്ന് അറച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കയറി ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോ ആൾക്കാരെ കയ്യടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങൾ. എന്റെ ചേട്ടൻ ഈഗോ അടിച്ച് അന്ന് നാട് വിട്ട്. പിന്നെ കിട്ടിയത് എന്തെന്നറിയാമോ? ചേട്ടന്റെ ജുബയും മുണ്ടും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ഓപ്പറേഷന്റെ പേര് ഭരതോന്നാണ്. ഓപ്പറേഷൻ എന്താണ് നടന്നത്? ഈ ശമ്പളം കുറവാണെങ്കിലും ബാക്കിയുള്ളവർ ഇങ്ങനെ കൊല്ലാൻ നിൽക്കരുത്. എങ്ങനെയാ മേഡം?
അതെ പിന്നെ 35,000 രൂപ നിങ്ങൾ അടക്കിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറുക്കന്റെ വയറ്റിൽ ട്യൂബ് ഇടാൻ വേണ്ടിട്ട് കൊക്കോ പുഴുവിന്റെ കല്യാണം നടക്കണം. ട്യൂബ് ഇട്ട് കഴിഞ്ഞ് ഇതിന്റെ കറണ്ട് എവിടെ നിന്ന് എടുക്കും? മാത്രമല്ല ഇവന്റെ മൂക്കുകൂടെയും വായിക്കൂടെയും വെട്ടം വരൂലേ? അടുത്തൊരു മരണമോ കല്യാണമോ മറന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് ആൾക്കാർ കൊണ്ട് തെറ്റി വെച്ച് എങ്ങനെ നിങ്ങൾ ട്യൂബ് ഇടും തീരുമാനിക്കും? സംഭവം പറഞ്ഞു തീർന്നില്ല, കറണ്ടും പോയി. ഇനി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ കറണ്ട് വന്നാലേ ഓപ്പറേഷൻ നടത്താൻ പറ്റും. കറണ്ട് ഇല്ല. ഇത് എന്തോന്ന് ലോജിക്കില്ലാത്ത ഹോസ്പിറ്റലിൽ പറഞ്ഞു തീരുമ്പേ കറണ്ടും പോയത്. ചേട്ടന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ആ കറണ്ട് പോയ സമയത്തെ നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ, പിന്നെ അതൊക്കെ മറക്കാൻ പുറത്ത് എന്തോ ഒരു മഴ, ഇടിവെട്ടി മഴ. ചേട്ടൻ എനിക്ക് അന്ന് ചായയും പരിപ്പോടെയും വാങ്ങിച്ചു തന്നായിരുന്നു. ചൂട് പരിപ്പോട. അതെ, മഴ പരിപ്പോട, ജോൺസൺ മാഷിന്റെ പാട്ട്, അന്തസ് അന്തസ്. അതെന്തൊരു വർത്തമാനം ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ? അല്ല അതെന്തൊരു വർത്തമാനം ഇപ്പൊ പറഞ്ഞേ? അല്ല ഞാന് മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, അന്തസ് ഇത്തരം പറഞ്ഞു. എനിക്ക് ചേട്ടൻ ആ മഴയത്ത് ഒരു പരിപ്പോടെ വാങ്ങിച്ചു തന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളിപ്പോ രണ്ട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചേർത്ത് എന്തോ വർത്തമാനം. എന്ത് സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി. ഈ പെൺകുട്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിടിച്ചാൽ പോലും വെളിയിറങ്ങില്ലേ? പരിപ്പോടെ മേടിച്ചുകൊണ്ട് കൊടുത്തത് നിങ്ങളാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിലിട്ടുള്ളൂ. ജോൺസൺ മാഷിന്റെ പാട്ട്, പിന്നെ ഒരു അന്തസ്. അതിനുവേണ്ടി എന്തിനാണ് എന്നെ ജയിലിൽ പിടിച്ചിരുന്നത്? അല്ല നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇത് എവിടെ നിന്ന് മേടിച്ച പരിപ്പോടാ? രാജുവിന്റെ കടയിൽ നിന്ന്. ഇനി അവന്റെ അടുത്ത് പറയാം വാഴക്കപ്പോടാൻ, ബാക്കിയുള്ളവരെ ജയിലിൽ പിടിച്ചാൽ ഈ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓപ്പറേഷൻ അങ്ങ് നടത്തിയേക്കാം, എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത്. അല്ല, ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ വന്ന ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്നറിയോ? ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ചെറുക്കൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തനിക്കുള്ള കുടുംബത്തിൽ നിന്ന് 2 പേര് നിങ്ങളുടെ കുടുംബത്തേക്ക് എത്തും. അറിയാം, അതിൽ മെയിൻ ആൾക്കാരാ വരുന്നത്. അത് നിങ്ങളുടെ കുടുംബം എവിടെയാണ്? കൊട്ടിയത്ത്. നിങ്ങളെ കൊല്ലത്ത്. കൊട്ടിയത്തും കൊല്ലത്തും അറിയാലോ. അവിടെ നിന്നും വേറെ 2 വണ്ടി ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പൊ തീരുമാനിച്ചു പറ. ചേട്ടാ എനിക്ക് പറ്റത്തില്ല. അതെ ചേട്ടാ, അതായത് നമ്മളെ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് സന്തോഷ് ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറാണ് ഇതിന് പറ്റിയ ഡോക്ടർ. അപ്പൊ ഈ പുള്ളിയെ കൊണ്ട് നിങ്ങളൊരു ഓട്ടോ കയറ്റി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാം. അല്ല, അപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നില്ലേ? അയ്യോ ഇല്ല, ഈ തനിക്കോണം തറവാട്ടുകാർ 2 വണ്ടിയൊക്കെ വിളിച്ച് കൊട്ടിയത്തും കൊല്ലത്തോട്ടും ഒക്കെ വരുന്നതിനെക്കാട്ടി ഭേദം ഈ അടുത്ത് കിടക്കുന്ന 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ പോവാണെങ്കിലേ അവിടെ വെച്ചങ്ങ് ഓപ്പറേഷൻ നടത്തിയാൽ അത് മതിയല്ലേ? മതി. അപ്പൊ ഇത് പേര് പറയാൻ മറക്കണ്ട, പെട്രാഡി ട്രഡാക്കോ ട്രയാങ്കോ സിൻഡ്രോം. അപ്പൊ അതിന് മാത്രം ഒരു കുറവുമില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.